18 ദിവസം മുട്ട മറിച്ച് വെക്കണം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കണം. 3 നേരം, കാലത്ത് പിന്നെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ 3 നേരം റൊട്ടേറ്റ് ചെയ്ത് വെച്ചാൽ അതിന് കറക്റ്റായിട്ടുള്ള ആ ചൂടുകൾ കറക്റ്റായി കിട്ടും. അത് തീർച്ചയായിട്ടും മക്കൾ. ഞാൻ കാലത്ത് വെച്ചാൽ പോവും, പിന്നെ വൈകുന്നേരം വരുള്ളൂ. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യും, ഇല്ലെങ്കിൽ അവർ തന്നെ ചെയ്യാറ്. സുഹൃത്തുക്കളെ നമസ്കാരം. ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാണിക്കാൻ പോകുന്നതേ, നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സന്തോഷേട്ടൻ്റെ ഒരു ഇൻക്യുബേറ്ററിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം, പാലക്കാട് ജില്ലയിൽ ഈ നാടൻ കോഴി വളർത്തലിൽ വളരെ ഫേമസ് ആയി നിൽക്കുന്ന ഒരാളാണ് സന്തോഷേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻക്യുബേറ്ററിനെ പറ്റി നമ്മൾ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വേറൊരു സന്തോഷേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഈ സന്തോഷേട്ടനും ആ സന്തോഷേട്ടനും വേണ്ടി തമ്മിലൊരു ബന്ധമുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ സന്തോഷേട്ടൻ്റെ ഇൻക്യുബേറ്റർ എൻ്റെ ഒരു റിസൾട്ട് കാണിക്കാനാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അത് വേറൊന്നുമല്ല, ഇത് സന്തോഷേട്ടനാണ്. പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്രയിലാണ് സന്തോഷേട്ടൻ്റെ വീട്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ 180ഓളം മുട്ട ഒരുമിച്ച് വിരിയിക്കാൻ പറ്റിയ ഇൻക്യുബേറ്റർ, അത് നമ്മളെ ആദ്യം നിങ്ങൾക്ക് വീഡിയോ തന്ന സന്തോഷേട്ടൻ്റെ അടുത്തുണ്ടായിരുന്ന ഇൻക്യുബേറ്ററാണ്. അദ്ദേഹം നിർമ്മിച്ച ഇൻക്യുബേറ്ററാണ്. ആ ഇൻക്യുബേറ്ററിൽ നമ്മളിവിടെ 140ഓളം മുട്ട വെച്ചിട്ട് 100% എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അത്രയും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇൻക്യുബേറ്ററാണ് ഇപ്പോൾ ഈ സന്തോഷേട്ടൻ്റെ വീട്ടിൽ വിരിയിച്ചിട്ടുള്ളത്. കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ടുള്ള ആ കുഞ്ഞുങ്ങളെ വിരിയിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ സന്തോഷേട്ടൻ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പന ചെയ്യുന്ന ഒരാളാണ്. ഈ കോഴി കർഷകനാണ്, അതായത് നമ്മളെ കോഴികളെ വളർത്തി വിൽപ്പന ചെയ്യുന്ന ഒരു കർഷകനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റിസൾട്ട്, ഈ 140ഓളം മുട്ട ഇത്രയും നല്ല രീതിയിൽ വിരിഞ്ഞിരിക്കുന്നത് എന്താണെന്നും അതിൻ്റെ ഒരു രസകരമായ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. സന്തോഷേട്ടാ, ശരിക്കും കോഴി വളർത്താൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ കോഴികളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വിരിയിച്ച് വിൽപ്പന നടത്താൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇത് സ്റ്റാർട്ടിംഗ് ആണ്, നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് അല്ലേ? അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളൊരു ഇൻക്യുബേറ്റർ മേടിച്ചിട്ട് നമ്മൾ ഇത്രയും കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ഈ ഒരു മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു കാരണം എന്താണ്? ഒന്നുമില്ല, നമ്മുടെ സുഹൃത്ത് ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടെസ്റ്റിംഗ് നടത്താം, പരീക്ഷണ അടിസ്ഥാനത്തിൽ. കോഴി മാത്രമാണോ അത് വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? കൃഷിപരമായിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്? ഇല്ല, കോഴി മാത്രമേ ഉള്ളൂ ഇപ്പം തൽക്കാലം. അത് ടെസ്റ്റിംഗ് ആണ്, കോഴി തന്നെ. അവൻ സുഹൃത്ത് ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാനത് ഒന്ന് പരീക്ഷിച്ചിട്ട് ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുകയാണ്. അതല്ലേ, ഇപ്പം നമ്മൾ ഈ ഇൻക്യുബേറ്റർ വാങ്ങിച്ചിട്ടേ ഇപ്പം നമ്മൾ കോഴികളോട് വിരിഞ്ഞാലോ, എന്താണ് ഒരു ഫ്യൂച്ചർ പരിപാടി? എന്താണ് നമ്മൾ ആ കുഞ്ഞുങ്ങൾ കൊടുക്കുക? അതല്ല, ഇതിൽ തുടർന്ന് നിൽക്കുക. ഇപ്പം അതിലൊരു സാറ്റിസ്ഫൈഡ് ആണോ ഇപ്പം ഈ വാങ്ങിയ? തീർച്ചയായും. നമ്മൾ കുട്ടികളെ, മക്കളാണ് അതിൻ്റെ ഫുൾ ഇൻചാർജ്. അതായത് ഈ വിരിയിപ്പിക്കാനുള്ള ഒരു 90% അവർ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിപ്പോ ഈ ഇൻക്യുബേറ്റർ എനിക്കത് റിസ്ക് ഇല്ല, എന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സന്തോഷമായിട്ട് എന്താ ചെയ്യണേ? ഞാൻ കൊയ്ത്ത് മെഷീൻ്റെ പരിപാടിയാണ്. കൊയ്ത്ത് മെഷീൻ നടിയിൽ അങ്ങനെ കാർഷികപരമായിട്ട് അപ്പൊ അതിന്റെ കൂടെ നമ്മൾ കോഴിയെ കൂടി കൊണ്ടുപോകാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് അല്ലേ? നമ്മള് എവിടെന്നാ ഇതിന്റെ മുട്ട എടുത്തത്? എവിടുന്നാ? അത് ഞാൻ വേറെ സുഹൃത്തുക്കളുടെ നിന്ന് പിന്നെ വിരിയിപ്പിക്കാനുള്ളത് ഒരു 3-4 കർഷകരുടെ നിന്ന് വാങ്ങിയാണ്. എല്ലാം നാടൻ കോഴിയുടെ മുട്ടകൾ തന്നെ? നാടൻ കോഴി രണ്ടും ഉണ്ട്, മിക്സഡ് എല്ലാം ഉണ്ട്. മിക്സഡ് ഉണ്ട്. ഈ നമ്മള് ഏകദേശം ഇപ്പൊ എത്ര മുട്ട വെച്ചു? 140 ഒരു 140. അതിൽ എല്ലാം വിരിഞ്ഞോ? ഒരു 135 ആ ലെവലും വിരിഞ്ഞിട്ടുണ്ട്. അത്രയും കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഇൻക്യുബേറ്ററിന് അത്ര റിസൾട്ട് ഉണ്ട്? ഫുൾ റിസൾട്ട് ഉണ്ട്. കാരണം റിസൾട്ട് ഉണ്ടെങ്കിൽ പൈസ കൊടുക്കുള്ളൂ പറഞ്ഞാണ് ഞാൻ അതേ വാങ്ങിയത്. ഫുൾ വിരിഞ്ഞാൽ എനിക്ക് പൈസ തരില്ല, പൈസ തരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെന്റ്. ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, അത് കാരണം ആ ഒരു എഗ്രിമെന്റിലാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അത് വാങ്ങിയപ്പോ നമുക്കത് ഫുൾ സാറ്റിസ്ഫാക്ഷൻ. നമ്മളിപ്പോ കുഞ്ഞുങ്ങളെ വിൽപ്പന തുടങ്ങിയോ? എന്താണ്? തുടങ്ങിയില്ല, സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. ഇന്നാണോ വിരിഞ്ഞു തുടങ്ങിയത്? അന്ന് 14-ാം തീയതി ഇന്ന് വിരിഞ്ഞു. അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് മുതൽ വിരിഞ്ഞു തുടങ്ങി. ഇന്നാണ് കറക്റ്റ് ഡേറ്റ്, വിരിയേണ്ട ഡേറ്റ്. അപ്പോഴേക്കും ഏകദേശം ഒരു 90% വിരിഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ അതിൽ നോക്കിയാൽ കുറച്ച് എന്തെങ്കിലും കാണും. അതല്ലേ, നമുക്ക് ഇപ്പോൾ ഇത് വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഒരു വിൽപ്പനയ്ക്കുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയോ? അതായത് നമ്മളെ ഒന്നും ആയിട്ടില്ല, ബേസിക്കലി ഒന്നും ആയിട്ടില്ല. ഇനി വേണ്ടവർക്ക് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്തായാലും നമ്മൾ ഇത് തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ തുടർന്ന് കൊണ്ടുപോകല്ലോ. ഉറപ്പായിട്ടും തുടർന്ന്, തീർച്ചയായിട്ടും. അപ്പോൾ ഓക്കെ, നമ്മളൊരു വീഡിയോ കൂടി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ എന്തായാലും അത് ആളുകൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇതൊരു ഞാൻ പറയുന്നത് ഇതുപോലുള്ള കാർഷിക മേഖലയിലേക്ക് വരുന്ന ഒരാളുകൾക്കും നഷ്ടം സംഭവിക്കുന്ന അവസ്ഥയില്ല. അങ്ങനെ ശരിയായ രീതിയിൽ നമ്മൾ താല്പര്യത്തോടെ ചെയ്യുകയാണെങ്കിൽ.
അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സന്തോഷേട്ടൻ്റെ ഈ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞതൊന്ന് കാണാം, എന്തൊക്കെയാണ് അതിൻ്റെ ബാക്കി ആ ഇൻക്യുബേറ്ററും അത് വിരിഞ്ഞൊന്ന് കാണാം. ഓക്കെ, ആയിക്കോട്ടെ. ഇവരാവും ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? മക്കളാണ് ഇതിന്റെ ഒരു എന്താ പറയാ എല്ലാ കാര്യങ്ങളും, മുട്ട മറിച്ച് വെക്കല് അതിൻ്റെതായ ഇതൊക്കെ ചെയ്തത് മക്കളാണ്. ചൂടിനനുസരിച്ച് അതായത് കാലത്ത് ഉച്ചയ്ക്ക് വൈകിട്ട് 3 നേരം ഇതിനെ മറിച്ച് വെക്കണം മുട്ട. എന്നാലേ അതിന്റെ കറക്റ്റ് ആ ഒരു ഇത് കിട്ടുള്ളൂ. ഓ ശരി. അങ്ങനെ നമ്മള് ഇതിപ്പോ എത്ര ദിവസം വെച്ചു സന്തോഷേട്ടാ? 21 ദിവസം. 21 ദിവസം ആയിട്ടില്ല, ഈ 14 ഇന്നൊക്കെയാണ് 21 ദിവസം കറക്റ്റ്. ഒരു 18 ദിവസം മുട്ട മറിച്ച് വെക്കണം, അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കണം 3 നേരം. കാലത്ത് പിന്നെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ 3 നേരം റൊട്ടേറ്റ് ചെയ്ത് വെച്ചാൽ അതിന് കറക്റ്റായിട്ടുള്ള ആ ചൂടുകൾ കറക്റ്റായി കിട്ടും. അത് തീർച്ചയായിട്ടും മക്കൾ. ഞാൻ കാലത്ത് വെച്ചാൽ പോവും, പിന്നെ വൈകുന്നേരം വരുള്ളൂ. ചിലപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ അവർ തന്നെ ചെയ്യാറ്. ഇതാണ് ഇൻക്യുബേറ്റർ അല്ലേ? അപ്പോ ഇതിൽ ഇത്രയും ഇത് കിടക്കുന്ന എന്താ വെച്ചാൽ മുട്ട വിരിഞ്ഞു കഴിഞ്ഞ് ബാക്കി നമ്മളെ കുട്ടികളെ മാറ്റിയിട്ട്. സന്തോഷേട്ടാ, ഇതിലേ നാടൻ കോഴി അല്ലാതെ വേറെ എന്താ ഇതിൽ വെച്ചിട്ടുള്ളത്? ഗ്രാമശ്രീ വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇതിപ്പോ ഇതൊക്കെ ഇന്ന് രാവിലെ വിരിഞ്ഞതാണോ? അത് വിരിഞ്ഞോണ്ടിരിക്കണം. കാണുന്നുണ്ട് അത് ഇതാ ജസ്റ്റ് വിരിഞ്ഞോണ്ടിരിക്കണം. അത് വിരിഞ്ഞിട്ടില്ല. പിന്നെ കുക്ക് കുറച്ച് വിരിയാനുണ്ട്. ഇതിപ്പോ വിരിഞ്ഞോണ്ടിരിക്കണോ? ഇതാണല്ലേ, പുറത്ത് വരുന്നു, മുട്ടീന്ന് പുറത്ത് വരുന്ന ഒരു ഇതാണ്. ഇത് ആൾറെഡി മുട്ടീന്ന് പുറത്ത് വന്നിട്ടില്ല, ഇത് വന്നിട്ടില്ല. ഇതാണ്ടോ കൊക്ക് വന്ന് പുറത്ത് വരുന്നു. ഇത് നമ്മൾ വെച്ചു. ഈ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ അത്രയും അല്ല, നല്ല വിജയമായിട്ടുള്ളൊരു ഇതാണ്. കൊള്ളാട്ടോ. ഇതൊക്കെ ഇന്ന് രാവിലെ ഇതിപ്പോ ആൾറെഡി വിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതാ നിങ്ങൾക്ക് ലൈവായി കാണാൻ പറ്റുന്നതാണ് ഈ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇപ്പൊ നമ്മളെ ഇപ്പൊ ഇതിൽ വിരിഞ്ഞിട്ട് അപ്പൊ നിങ്ങളെ ഇൻക്യുബേറ്റർ നല്ല വിജയകരമായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയി തുടങ്ങി, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ ഡേവോൾഡ് കുഞ്ഞിനെ എത്ര രൂപ റേറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? ഇപ്പൊ ഒരു കർഷകൻ നിങ്ങളെ വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 50 രൂപ ഇപ്പൊ കൊടുക്കാം അല്ലെ? അതായത് നമ്മൾ ഈ കണ്ടീഷനിൽ ഒരു 50 രൂപയ്ക്ക് കൊടുക്കാം. അതായത് നാടൻ കുഞ്ഞുങ്ങള് അല്ലേ? ഓക്കെ. നാടൻ കുഞ്ഞുങ്ങൾക്ക് 50 രൂപ കൊടുക്കാം അല്ലെ? അത് കഴിഞ്ഞ എങ്ങനെയാണ് ഇതിന്റെ വില കണക്കാക്കുന്നത്, നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ഒരു ദിവസം 2 രൂപ വെച്ചിട്ട് കൂട്ടുന്ന പോലെ അങ്ങനെയാണ് അല്ലേ? അതായത് നമ്മള് മറ്റേ ഇതുണ്ടല്ലോ തീറ്റ ചെലവ് മറ്റുള്ളത് പിന്നെ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലാക്കിയിട്ട് അതിനെന്തായാലും കോഴിനെ വളർത്തിയിട്ട് ഇതാണല്ലോ. അപ്പൊ ഒരു ദിവസം 2 രൂപ വെച്ചിട്ടുള്ള ഒരു ദിവസം 2 രൂപ വെച്ചിട്ട് കൂടും ഓരോ ദിവസത്തിനനുസരിച്ചിട്ട്. ഓക്കെ, നല്ലൊരു വിജയകരമായ പരിപാടിയാണല്ലേ സന്തോഷേട്ടാ? കാരണം എന്താ വെച്ചാൽ തീർച്ചയായും നമുക്ക് അവിടെ ഇരിക്കാൻ വരുന്ന കോഴി ഒന്നും വേണ്ട. അതായത് കറക്റ്റ് നമ്മൾ ചൂടും കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല റിസൾട്ടാണ് കേട്ടോ അതില്ലേ? ഇതപ്പൊ ഈ കുട്ടി വിരിഞ്ഞ ഒരു സാധനമാണ്. അപ്പൊ ലൈവായിട്ട് വിരിഞ്ഞോണ്ടിരിക്കുകയാണ്. ലൈവായിട്ട് വിരിയാണ്. ഓക്കെ. അപ്പൊ നമ്മളിത് കൈയ്യിട്ട് ഇങ്ങനെ പിടിച്ചാലോ ഒന്നും സംഭവിക്കില്ല. അതാ ലൈവായിട്ട് വിരിഞ്ഞോണ്ടിരിക്കണം. അതല്ലേ ലൈവായിട്ട് അടിപൊളി. അത് കാര്യമാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഇതില്. കുറച്ച് ആ ഒരു എന്താ പറയാ, നമ്മളിതൊന്നും കാണാറില്ലല്ലോ. കോഴിന്റെ അടിയിൽ ഇരിക്കുമ്പോ ഒന്നും കാണാറില്ല. അതാ വളി വന്നു. സന്തോഷേട്ടാ, ഇപ്പൊ നമ്മള് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്ററിൽ ബാക്കി കൂടി വിരിയാനുള്ള കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ കുറച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് 2 ദിവസമായിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളുണ്ടല്ലോ. അതെ. അപ്പൊ അതിനെ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? അത് ഞാൻ സെപ്പറേറ്റ് റൂമില് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കറക്റ്റായിട്ട് ഒരു ഇത് ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം. അത് ശരിക്കും അങ്ങനെ ബ്രൂഡ് സെറ്റ് ചെയ്യാനേ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? എന്തൊക്കെയാണ് ചെയ്യാ പറഞ്ഞാൽ പിന്നെ ബൾബ് ഇട്ട് കൊടുത്ത് പിന്നെ സെറ്റ് ചെയ്യുക, അത്ര തന്നെ. അതായത് അമ്മയില്ലാത്ത കോഴിക്ക് പിന്നെ അതിൻ്റെതായ ചൂടും തണുപ്പും കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. നമുക്ക് കാണാം, കണ്ടാ വ്യക്തമാവുമല്ലോ. ആയിക്കോട്ടെ. സന്തോഷേട്ടാ, ഇത് ഇതാണല്ലോ നമ്മളെ ബ്രൂഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. നമ്മളെ കുഞ്ഞുങ്ങളെല്ലാവരും വിരിഞ്ഞവരെല്ലാവരെയും ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് എത്ര 2 ദിവസമായോ 3 ദിവസമായോ? ഇന്ന് കറക്റ്റ് പറഞ്ഞാൽ 21 ദിവസം. അതെ, അല്ല ഇന്നലേക്ക് വിരിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് വിരിഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് അല്ലേ? ഇവിടെ ഇപ്പൊ നമ്മളേ ഇവർക്ക് ചൂട് 2 ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ബൾബും തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീറ്റ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? തീറ്റ സ്റ്റാർട്ടർ സ്റ്റാർട്ട് ചെയ്തത് വെള്ളം വെച്ചിട്ട്. സ്റ്റാർട്ടർ അപ്പോൾ ഇവര് എത്ര സമയം കൊണ്ട് സ്റ്റാർട്ടർ ഒക്കെ എടുത്തു തുടങ്ങും? അത് ഒരു സമയത്തേക്കും എടുത്ത് തുടങ്ങും. ഞങ്ങൾ നോക്കുമ്പോ തീറ്റിട്ട് കൊടുക്കുമ്പോ അത് തിന്നുന്നുണ്ട്. അതെ, കഴിക്കുന്നുണ്ട്. അതെ, ഇപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് ഇതില് ഇപ്പൊ ഈ 2 ദിവസമായല്ലോ, ഇതിപ്പോ നമുക്ക് ഈ 2 രൂപ നേരത്തെ പറഞ്ഞ ഒരു 2 രൂപയൊക്കെ കൂടി വരുന്ന കുഞ്ഞുങ്ങളാണ് അല്ലേ? ഓരോ ദിവസം കഴിയുമ്പോൾ സത്യം പറഞ്ഞാലേ നമ്മൾ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചാലും ശരി, അമ്മ ഇല്ലാത്ത പ്രശ്നമില്ല, അത്ര ആക്റ്റീവായിട്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട്. അല്ല, ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഒരു ഇത് കിട്ടും. അപ്പോൾ നമ്മളെ സന്തോഷേട്ടൻ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ഇൻക്യുബേറ്റർ മുന്നേ പരിചയപ്പെടുത്തി തന്ന സന്തോഷേട്ടൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഈ ഇൻക്യുബേറ്റർ വാങ്ങിയിരുന്നത്. സന്തോഷേട്ടാ, അപ്പോൾ നിങ്ങളുടെ ഇൻക്യുബേറ്റർ വലിയൊരു വിജയമാണ് നമ്മളിവിടെ കണ്ടത്. എന്താണ് സന്തോഷേട്ടൻ ഇതിന്റെ ബാക്കിലുള്ള ഒരു കാര്യങ്ങളെ? ഇവിടെ നമ്മളെ സന്തോഷേട്ടന് ഇത്രയും വലിയൊരു ഇത് ഉണ്ടാക്കിയ ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്? ആൾ എൻ്റെ കൂട്ടുകാരൻ കൂടിയാണ്. അപ്പോൾ എന്തായാലും ആളൊരു നമ്മളൊരു ഫാം പോലെ ഒരു രൂപീകരിക്കാനുള്ള സെറ്റപ്പാണ്. ഞാൻ കുറേ ദിവസമായിട്ട് ആളെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ പതുക്കെ ആ ഒരു ഇൻക്യുബേറ്റർ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു ആൾക്ക്. ഞാൻ പറഞ്ഞത് വിരിഞ്ഞിട്ട് കാഴ്ച തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ആൾക്ക് ഇൻക്യുബേറ്ററും കൈ കൊടുത്ത് കുറച്ച് മുട്ടയും ഞാൻ കളക്ട് ചെയ്ത് കൊടുത്തു. കുറച്ച് മുട്ടയും കളക്ട് ചെയ്ത് ഒരു 2-3 സ്ഥലത്തുനിന്ന് മുട്ടയും വാങ്ങി കളക്ട് ചെയ്ത് കൊടുത്ത് ആളെ വിരിയിപ്പിച്ച് ഇപ്പോൾ അതിലാണ് ഞാൻ നിങ്ങളോട് 17-ാം തീയതി എൻ്റെ ഒരു ഇൻക്യുബേറ്റർ വെച്ചിട്ടുണ്ട്. രതീഷുമായിട്ടും കൂടെ വരാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ സന്തോഷേട്ടാ, നമ്മളിപ്പോ സന്തോഷേട്ടന്റെ അടുത്ത് കേരളത്തിലെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, ഇൻക്യുബേറ്റർ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ എനിക്കിവിടെ വന്നപ്പോഴേ ഇതൊരു വലിയ വിജയം തന്നെയാണ്. കാരണം വളരെ കുറഞ്ഞ രീതിയിൽ ഇതിന്റെ മുട്ട നഷ്ടപ്പെട്ടുള്ളൂ, ബാക്കിയെല്ലാം വിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ ഇത് കൊണ്ടുപോയ ആള് ഏകദേശം ഒരു 160 മുട്ടയൊക്കെ വെച്ചിട്ട് 4 മുട്ടയൊക്കെ നമ്മൾ പോയിട്ടുള്ളൂ. അത്രയും നല്ല വിജയം നമ്മൾ പല ഭാഗത്തും ഉണ്ട്. കൊണ്ടുപോയവർക്ക് നല്ല റിസൾട്ട് പോകണം. എനിക്ക് അവർക്ക് പല ആളുകൾ വിളിച്ച് ഓർഡർ തരാറുണ്ട്. ഇതിൽ 135 മുട്ട വിരിയാന്ന് പറഞ്ഞാലേ ഒരു ചെറിയ കാര്യം. 140 വെച്ചിട്ടാണ് 140. ഇനി വിരിയാനുണ്ട്. 2-3 മുട്ടയെ പ്രശ്നമുള്ളൂ, ബാക്കി കൊത്തുകൊണ്ടുണ്ട്, മുട്ട കൊത്തുകൊണ്ടുണ്ട്. അപ്പോൾ അതിന്റെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് വിരിയാൻ കാരണം വെച്ചാൽ നമ്മൾ ആ ബോക്സിന്റെ ആ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഹ്യൂമിഡിറ്റിയിലും കൂടി കട്ടയക്കണം. നമുക്ക് എന്തെങ്കിലും ഇൻക്യുബേറ്റർ വാങ്ങിയിട്ട് എന്തെങ്കിലും അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കതിന്റെ ചൂട് അത് വിരിയുന്ന ഹ്യൂമിഡിറ്റിയിൽ അതായത് നമുക്കൊരു 18 ദിവസം വരയ്ക്ക് ഈ 65 ഡിഗ്രി ഹ്യൂമിഡിറ്റിയിൽ വേണം നമുക്ക് കിട്ടാൻ. അപ്പോൾ ഈ 18 ദിവസം കഴിഞ്ഞാൽ ഈ ഹാച്ചിങ് ടൈമാണ്. ഇനി 18 ദിവസം കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് കിട്ടേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ 18 ദിവസം കഴിഞ്ഞാൽ 85 ഡിഗ്രി വരെ 90 ഡിഗ്രീൻ്റെ അടുത്ത് വരെ നമുക്ക് ഹ്യൂമിഡിറ്റിയിൽ കിട്ടണം. അപ്പോൾ അതിന് വെള്ളം അതിനനുസരിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഇൻക്യുബേറ്ററിൻ്റെ വലിപ്പം എനിക്കറിയുന്നതുകൊണ്ട് ഇത്രയും വട്ടമുള്ള പാത്രം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ ഹാച്ചിങ് കിട്ടുന്ന കാര്യം നമുക്കറിയാം. ഇതിന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സന്തോഷേട്ടാ, നമ്മൾ ഈ ഇൻക്യുബേറ്റർ കൊണ്ടുപോയ ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ തുടക്കത്തിലൊക്കെ നമ്മൾ കൊണ്ടുപോകാണല്ലോ, അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഈ വിരിഞ്ഞു കഴിഞ്ഞാല് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാണ് പരിചരിക്കേണ്ടത്? വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ കുട്ടികൾക്ക് ചൂടാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത്. നമുക്ക് ഈ തള്ളയിലെ കുഞ്ഞുങ്ങളാണ്, അവർക്ക് ചൂട് മെയിനായിട്ട് കൊടുക്കും വേണം. അതേപോലെ കുടിവെള്ളം പരമാവധി തിളപ്പിച്ച വെള്ളം കൊടുക്കുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. അതുപോലെ പച്ചമഞ്ഞൾ ഒന്ന് കുത്തിച്ചതച്ചിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ ഇനി ഫുള്ളായിട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ അധികം ചാവാതെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പച്ചമരുന്ന് വീട്ടിലെ കഷായം ഒരു കഷായമൊക്കെ ഉണ്ട്. അതായത് ഈ വേപ്പിൻ്റെ ഇല, പച്ചമഞ്ഞൾ, അതേപോലെ തുളസിൻ്റെ ഇല, കുരുമുളക്, ചുക്ക് അങ്ങനെയൊക്കെ ഇട്ട ഒരു കഷായം ഉണ്ട്, ഈ കോഴികൾക്ക് കൊടുക്കുന്ന കഷായം. അത് നമ്മൾ നല്ല കടുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് ഓരോ സ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. വീട്ടുകൾക്ക് ഒരൊറ്റ അസുഖം ഉണ്ടാവില്ല, ഒരു അസുഖം വരില്ല. സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല. സന്തോഷേട്ടൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷേട്ടൻ ആ വീഡിയോ വലിയൊരു ഉപകാരമായി സന്തോഷേട്ടന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം വീണ്ടും ഓർഗാനിക് കേരളത്തെ വിളിച്ചത്. അപ്പോൾ ഞാൻ വീണ്ടും വന്നു, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കണ്ടു. സുഹൃത്തിൻ്റെ അടുത്ത് നമ്മൾ വന്ന് നോക്കിയപ്പോൾ നിങ്ങൾ തന്നെ കണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഇൻക്യുബേറ്റർ ഒരു 100-ൽ 101% വിജയമാണ്. അത് കേരളത്തിലെ കോഴി കർഷകർക്ക് ഒരുപാട് ഉപകാരമാവുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് ആ ഇൻക്യുബേറ്റർ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ആവശ്യമുള്ളപ്പോൾ നേരിട്ടിട്ട് സന്തോഷേട്ടനെ വിളിക്കുക. ഞാൻ 2 ആളെ നമ്പറും കൊടുക്കുന്നുണ്ട് സന്തോഷേട്ടൻ്റെ. പിന്നെ നമ്മൾ ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയ സന്തോഷേട്ടൻ്റെ നമ്പർ നമ്മൾ ആദ്യത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയുടെ പല ഭാഗങ്ങളിലായിട്ട് 2 ആളെ നമ്പറും കൊടുക്കുന്നുണ്ട്. കോഴിയുടെ കുഞ്ഞുങ്ങളെ ഈ സന്തോഷേട്ടൻ വിൽപ്പന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻക്യുബേറ്റർ നമ്മുടെ ഈ സന്തോഷേട്ടൻ്റെ കയ്യിലുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ പോലെയുള്ള കർഷകരെ കോൺടാക്ട് ചെയ്യുക. ഇവർ ഒന്ന് ഈ സന്തോഷേട്ടൻ തുടക്കമാണ്, അദ്ദേഹം ഇതൊരു വലിയൊരു വിജയകരമായത് കൊണ്ട് ഇത് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഇതുപോലെയുള്ള കർഷകർ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഓർഗാനിക് കേരളത്തിൻ്റെ കൂടെ ഉണ്ടാവുക, നമ്മുടെ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. നമുക്ക് ഇതുവരെ തന്ന സപ്പോർട്ട് എന്നും നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. നമുക്ക് ഒട്ടും വൈകാതെ അടുത്തൊരു വീഡിയോയിൽ കാണാം.